നല്ല പുട്ടുപോലെ വേവുന്ന കപ്പ കൊണ്ട് ചെയ്തെടുക്കുന്ന മസാല കപ്പയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് മസാല കപ്പ. നമ്മൾ കപ്പ പുഴുങ്ങിയത് പല രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു രീതി തികച്ചും വ്യത്യസ്തമായ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കപ്പ ഇത് 1 കിലോ, അതുപോലെ 150 ഗ്രാം, 150 ഗ്രാമുള്ള കഴുകി ക്ലീനാക്കിയ കപ്പയാണ്. പെട്ടെന്ന് വെന്തുടയുന്ന രീതിയിലുള്ള കപ്പയാണ്. ഈ ഒരു വലുപ്പത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കപ്പ ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ് മാത്രം ചേർത്തെടുത്താണ്, മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചെറിയത്, അതിൻ്റെ കൂടെ 2 പച്ചമുളക്, 4 വറ്റൽ മുളക്, 1 പിടി ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് മിക്സിയിൽ പൾസ് ചെയ്തെടുത്താൽ മതി. അത് മാറ്റി വെക്കാം. ഇനി ഇതുപോലത്തെ അടി കട്ടിയുള്ള പാത്രത്തിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇത്രയും സവാള ചേർക്കാൻ കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കപ്പയുടെ അളവെന്ന് പറയുന്നത് 150 ഗ്രാം കപ്പയുണ്ടാണ് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുരിയാറാകുമ്പോഴേക്കും അതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ഇതുപോലെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം. അതിന് മുരിവ് ഇത്രയുമായി വരുമ്പോൾ ഇനി ചേർക്കേണ്ടത് ഓരോ മസാലപ്പൊടികളാണ്. അതിലാദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ. ഇനി കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് മൊരിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ പച്ചമണം മുഴുവൻ മാറി വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ സാധനങ്ങൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. ഇതെല്ലാം മുരിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് നല്ല തുടുത്ത് പഴുത്ത തക്കാളി 2 എണ്ണം ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കപ്പയിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അത് നമുക്ക് ഇതുപോലെ കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഉണ്ടല്ലോ, അത് ഈ സമയം ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പീര എല്ലാം കൂടി ചേർത്ത് ക്രഷ് ചെയ്ത് ചേർത്ത് നല്ല വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം തേങ്ങാപ്പീര ചേർക്കാതെയും ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കപ്പയിൽ തേങ്ങാപ്പീര മസാല ഉണ്ടെങ്കിൽ തന്നെയും തേങ്ങാപ്പീരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം അധികം കൂടരുത്, മീഡിയം തന്നെ ചെയ്ത് എടുത്താൽ മതി. ഇതിന് മിക്സിങ് കറക്റ്റായി വരുമ്പോൾ ആ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയിൽ പുഴുങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കരുത്, കാരണം മഞ്ഞൾ ചേർത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മഞ്ഞൾ ചുവവും. അതുകൊണ്ട് അതിലായിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു മസാല കളറും വേണം, അതുപോലെ തന്നെ അല്പം വൈറ്റ് ആയിട്ടും വേണം. എല്ലാം കൂടി ചേർന്നുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾ ചേർക്കാതെ നമ്മൾ ചെയ്തെടുത്തത്. ഇത് മുഴുവൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പ് കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങനീരാണ്. നാരങ്ങനീര് പ്രത്യേക രുചി നൽകും. ഉപ്പ് നോക്കിയാൽ അല്പം കുറവായതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് ഇഷ്ടമനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇത് നല്ല രീതിയിൽ വെന്തുടയുന്ന കപ്പയുകൊണ്ടാണ് ഇതുപോലെ കിട്ടിയിരിക്കുന്നത്. ഇത് വെന്തുടയാതെ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് അല്പം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഓരോ കഷ്ണമായ പീസുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടുന്നതായിട്ടാണ് അങ്ങനെ ചേർത്തത്. ഇതിലേക്ക് നമ്മൾ ഉള്ളിയും അതിൽ കടുകും പച്ചമുളകൊക്കെ വറ്റമുളകൊക്കെ താളിച്ച് ചേർക്കുകയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക മണവും രുചിയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു കവർ വെച്ച് മൂടണം ഒരു 5 മിനിറ്റ്. അതിനുശേഷം തുറന്നിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് ചൂടോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഒപ്പം ഇത് ബീഫില്ലാതെ തന്നെയും ബീഫിൻ്റെ ടേസ്റ്റ് നൽകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഇതിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ അപ്പോൾ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതാണ്. വറ്റൽ മുളക് വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്.